നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ നോക്കിയത് ജാങ്കോയിൽ എങ്ങനെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജാങ്കോ ടെംപ്ലേറ്റ് ലാംഗ്വേജ്, അതായത് നമുക്ക് നേരത്തെ സെർവറിൽ നിന്നുള്ള ഡേറ്റ എങ്ങനെ HTML ഉപയോഗിച്ച് വിഷ്വലൈസ് ചെയ്ത് കാണിക്കാം എന്നുള്ളതായിരിക്കും നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് നിർത്തിയെടുത്തത് ഞാൻ തുടങ്ങുവാണ്. നമ്മൾ അവസാനം ചെയ്തത് ഈ ഒരു ഹലോ വേർഡ് ഒരു വ്യൂ ഫംഗ്ഷൻ യൂസ് ചെയ്ത് പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ചെയ്തിരുന്നത് അല്ലേ. അതിനകത്ത് നമ്മൾ ചെയ്ത് ഇത്രയാണ്. ഞാൻ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യുകയാണ് എന്താണ് ചെയ്തതെന്നുള്ളത്. ഒരു പ്രിൻറ്റ് ഹലോ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതി, അത് views.py എഴുതി. അതിനുശേഷം നമ്മൾ urls.py അതായത് ഇതിൻ്റെ ഹലോ മെയിൻ ആപ്പിൻ്റെ, അതായത് ഹലോ ജാങ്കോ എന്ന് പറയുന്ന മെയിൻ ആപ്പിൻ്റെ urls.py ഒരു ബ്രോ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു URL എഴുതി, ആ പാറ്റേൺ മാച്ച് ചെയ്യുന്ന ഫംഗ്ഷനായിട്ട് പ്രിൻറ്റ് ഹലോ എഴുതി അല്ലേ. അതിനുശേഷം നമ്മൾ നോക്കി ബ്രോ ഹലോ വിളിക്കുന്ന സമയത്ത് ഈ ഹലോ പ്രിൻറ്റ് ചെയ്യുന്നു. പ്രാക്ടിക്കലി നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അത് ഇതുപോലെ ഒരു ടെസ്റ്റ് ഡേറ്റ കാണിക്കുമായിരിക്കില്ല. അതിന് പകരം കുറച്ചുകൂടെ വിഷ്വലൈസ് ചെയ്യുന്ന എനിവേ നമ്മൾ ക്ലയൻ്റ് ഒരു ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. ആ റിക്വസ്റ്റിന് അഗെയിൻസ്റ്റ് ചിലപ്പോൾ നമുക്കൊരു ഡേറ്റ ഉണ്ടാവും. ആ ഡേറ്റ എപ്പോഴും ആ ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ HTML ഒക്കെ ഉപയോഗിച്ച് അട്രാക്റ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടായിരിക്കും. ഞാൻ പറഞ്ഞത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രൊഫൈലായിരിക്കും, ഒരു പേഴ്സണൽ പ്രൊഫൈലായിരിക്കാം നമ്മൾ ഡേറ്റ ആയിട്ട് കാണിക്കുന്നത്. ആ പ്രൊഫൈലിൽ ഇമേജ് ചിലപ്പോൾ കാണും, അതുപോലെ അവരുടെ നെയിം കാണും, അഡ്രസ്സ് കാണും, ഫോൺ നമ്പർ കാണും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്ത് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ എൻഡ് യൂസർക്ക് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണുന്ന സമയത്ത് നമ്മളെപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു HTML ആ ഡേറ്റ ഇട്ടിട്ട് അത് കുറച്ചുകൂടെ നീറ്റായിട്ട് ഒരു HTML ഫോർമാറ്റിലായിരിക്കും അതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ ജാങ്കോയിൽ എങ്ങനെയാണ് അത് വർക്ക് ആവുന്നത്, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ വെബ് സീരീസിനകത്ത് HTML ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ HTML നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് പോര്, അവർക്കായിരിക്കും കുറച്ചുകൂടെ പെട്ടെന്ന് ഇന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, HTML ജാങ്കോയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. നമ്മുടെ ഈ പ്രിൻറ്റ് ഹലോ ഫംഗ്ഷനകത്ത് തന്നെ ഞാനത് എക്സാമ്പിൾ വെച്ച് കാണിക്കാം. ഇപ്പോൾ ഇത് ഇവിടെ നമ്മളൊരു എന്താണോ HTML ഫോർമാറ്റ്, ഇപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു റിക്വസ്റ്റ് ചെയ്യുന്നു, ആ റിക്വസ്റ്റിന് അഗെയിൻസ്റ്റ് ഒരു HTTP റെസ്പോൺസ് ഈ ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നേരെ നമ്മൾ HTML ഡയറക്റ്റ് എഴുതുവാണ്. വെറുതെ ഇത് ബോൾഡ് ആക്കാൻ വേണ്ടിയുള്ള ടാഗ് ഇട്ടു. ഓക്കെ, HTML നമ്മളിങ്ങനെ നേരെ എഴുതാം. അത് നേരെ റീഫ്രഷ് ചെയ്യുന്നു. സോറി, ഇത് റൺ ചെയ്തിട്ടില്ലായിരിക്കും, നോക്കട്ടെ. നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്തിട്ടില്ല, സോറി, നമ്മുടെ പ്രൊജക്റ്റ് റൺ ചെയ്തിട്ടില്ല. പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യുവാണ്. റീഫ്രഷ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് ബോൾഡായിട്ട് വരുന്നത്. നമുക്ക് എന്താണോ HTML പ്രസൻറ്റ് ചെയ്യുന്നത് അത് നേരെ നമുക്ക് HTML ആയിട്ട് ഇവിടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇവിടെ പ്രസൻറ്റ് ആവും. പക്ഷേ ഇതിനകത്തൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഈ ചെറിയൊരു ലൈനിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇവിടെ തന്നെ എഴുതാം. പക്ഷേ അങ്ങനെ ആവില്ല. വളരെ കോംപ്ലക്സ് ആയിട്ട് ഒരുപാട് ഇമേജ് കാണും, കുറേ പേജുകൾ കാണും. അപ്പോൾ ഈ HTML ഇങ്ങനെ ഇവിടെ തന്നെ എഴുതുക എന്നുള്ളത് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അത് ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ജാങ്കോയുടെ ഒരു ഫീച്ചറാണ് ടെംപ്ലേറ്റ്സ്. ഓക്കെ, ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്, ടെംപ്ലേറ്റ്സ് എന്നുള്ള ടൈം നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും. നമ്മളിപ്പം നമ്മൾ പല കാര്യങ്ങൾക്കും ഇതിനൊരു ടെംപ്ലേറ്റ് ഉണ്ട്, ആ ടെംപ്ലേറ്റിൽ യൂസ് ചെയ്ത അതേപടി ഡേറ്റ മാറ്റിയാൽ മതി എന്നുള്ള പലയിടത്തും കേട്ടിട്ടുണ്ടാവും. ആ ടെംപ്ലേറ്റ്സ് എന്നുള്ള അതേ ടൈമിൻ്റെ മീനിങ്ങിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ടെംപ്ലേറ്റ്സ് പറയുന്നത്. നമുക്ക് ഏത് വെബ് പേജാണോ ഏത് HTML പേജിലേക്കാണോ ഡേറ്റ കൊടുക്കേണ്ടത് ആ വെബ് പേജിൻ്റെ ടെംപ്ലേറ്റ്സ് നമ്മൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യുകയും ആ ടെംപ്ലേറ്റിലേക്ക് സെർവറിലെ ഡേറ്റ ഇടുകയാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ജാങ്കോ ടെംപ്ലേറ്റ് സിസ്റ്റം വർക്ക് ആവുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പം ഒരു HTML ടെംപ്ലേറ്റ് ഉണ്ടെന്ന് കരുതാം. ഒരു HTML ടെംപ്ലേറ്റ് ആദ്യം നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിൽ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ നമ്മളൊരു HTML ഫയൽ എഴുതുകയാണ്. എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ hello.html എന്ന് തന്നെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള HTML പേര് കൊടുക്കുക.
hello.html എന്ന് പറഞ്ഞ് ഒരു പേര് കൊടുത്തു. ഇതിൽ ഞാൻ ഒരു എഴുതുന്നു, എന്തെങ്കിലും എഴുതുന്നു, hello bro.type. അതിനുശേഷം എന്തെങ്കിലും വെറുതെ ടൈപ്പ് ചെയ്യുന്നു. അതായത് നിങ്ങൾക്കുള്ള എന്ത് കണ്ടൻ്റ് ആണോ HTML-നകത്ത് വേണ്ടത് അത് നേരെ വഴി എഴുതാം. അതിനുശേഷം ചെയ്യേണ്ടത് നമ്മുടെ സെറ്റിങ്സ് ഫയൽ, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു സെറ്റിങ്സിനകത്താണ് നമ്മളുടെ എന്താ പറയുക പ്രൊജക്റ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സെറ്റിങ്സും വരുന്നുള്ളത്. ഈ സെറ്റിങ്സിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് ഉണ്ടാവും. ടെംപ്ലേറ്റ്സ്, ഈ ടെംപ്ലേറ്റ്സ് ലിസ്റ്റിനകത്ത് DARs എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാം. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് ഡയറക്ടറിക്കകത്താണ് ടെംപ്ലേറ്റ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളിപ്പം ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തു, അതിലാണ് നമ്മൾ ടെംപ്ലേറ്റ്സ് ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ആ പേര് കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, പക്ഷേ ആ പേര് ഇവിടെ സ്പെസിഫൈ ചെയ്യണം എന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ആദ്യം നമ്മളൊരു ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ആ ഫോൾഡറിനകത്ത് നമ്മളൊരു HTML ഇട്ടു, അല്ല HTML വെറുതെ hello bro.type വെൽക്കം എന്ന് പറഞ്ഞ് ഇട്ടു. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വ്യൂ ഫംഗ്ഷനിൽ നമ്മുടെ ഈ ടെംപ്ലേറ്റ് ലോഡ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, റെൻഡർ എന്ന് പറഞ്ഞൊരു മെത്തേഡ്. ഈ റെൻഡർ ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഇവിടെ HTTP റെസ്പോൺസ് എന്നുള്ളിടത്ത് മാറ്റിയിട്ട് റിട്ടേൺ റെൻഡർ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് റിക്വസ്റ്റ്. പിന്നെ അടുത്ത ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ ഏത് HTML ഫയലാണോ നമ്മുടെ ടെംപ്ലേറ്റ്സിനകത്ത് HTML ഫയലിൻ്റെ നെയിം, ഇപ്പോൾ ഇവിടെ നമ്മുടെ ടെംപ്ലേറ്റിൻ്റെ ഫോൾഡറിൽ HTML ഫയൽ നെയിം എന്ന് പറയുന്നത് hello.html ആണ്. ഓക്കെ, നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ പ്രിൻറ്റ് ഹലോ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ റെസ്പോൺസ് ആയിട്ട് കൊടുക്കേണ്ടത് hello.html എന്ന ഫയലിലെ കണ്ടൻ്റ് ആണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്തേക്കുന്നത് ആദ്യം hello.html ക്രിയേറ്റ് ചെയ്തു. ടെംപ്ലേറ്റ് എവിടെയാണ് ടെംപ്ലേറ്റ് സ്റ്റോർ ചെയ്തേക്കുന്നത് എന്നുള്ളത് സെറ്റിങ്സിൽ ടാഗ് ചെയ്തു. നമ്മുടെ മെയിൻ ആപ്പിൽ എത്തിയിട്ട് അതിൻ്റെ സെറ്റിങ്സിനകത്ത് എവിടെയാണ് ടെംപ്ലേറ്റ്സ് കോപ്പി ചെയ്തിരിക്കുന്നതെന്ന് ടാഗ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ വ്യൂ ഫംഗ്ഷന് വന്നു. ഈ ഫംഗ്ഷനിൽ നമ്മൾ റിക്വസ്റ്റ് അഗെയിൻസ്റ്റ് ഒരു റെൻഡർ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നു. റെൻഡർ കോൾ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും ആ HTML ഫയൽ റെൻഡർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നേരെ ആ എന്താ സംഭവിച്ചിരിക്കുന്ന അതായത് HTML ഫയലിലെ കണ്ടൻറ്റ് ആണ് ഇപ്പോൾ റിക്വസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്പോൺസ് ആയിട്ട് കൊടുക്കുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ എഴുതിയത് HTTP റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു ഇതാണ് എഴുതിയത്, റിട്ടേൺ ചെയ്യിച്ചത് അല്ലേ. HTTP റെസ്പോൺസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്റ്റായിട്ട് എഴുതുമായിരുന്നു ചെയ്തു തരുന്നത്. ശരിക്കും ഈ റെൻഡർ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം റിട്ടേൺ ചെയ്യുന്നത് ഈ HTTP റെസ്പോൺസ് തന്നെയാണ്. ഓക്കെ, അതൊരു ഈ HTTP റെസ്പോൺസ് ഒബ്ജക്റ്റ് തന്നെയാണ്. അതായത് ആ HTML കണ്ടൻറ്റ് വെച്ചിട്ടുള്ള ഒരു HTTP റെസ്പോൺസ് ഒബ്ജക്റ്റ് റെൻഡർ ഫംഗ്ഷന് റിട്ടേൺ ആയിട്ട് വരും. അത് തന്നെ നമ്മൾ റെസ്പോൺസ് ആയിട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ഫംഗ്ഷൻ്റെ ഡീറ്റെയിൽ അറിയാൻ ഈ സൈഡിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ അറിയാം. ഇത് കണ്ടോ, റിട്ടേൺ ആണ് HTTP റെസ്പോൺസ് ഹൂസ് കണ്ടന്റ് ഈസ് ഫിൽഡ് വിത്ത് ദ റിസൾട്ട് ഓഫ് കോളിംഗ് Django.template. അപ്പോൾ ഇതിനകത്ത് റിട്ടേൺ ചെയ്യുന്നത് ഈ hello.html കണ്ടന്റ് വെച്ചിട്ടുള്ള ഒരു HTTP റെസ്പോൺസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ HTML. ഇപ്പോൾ നമുക്ക് നേരെ HTML ഏതെങ്കിലും ഒരു ഫയൽ ഉണ്ടെങ്കിൽ നമ്മൾ അതായത് HTML ഫയലിൽ എഴുതിയ കണ്ടന്റ് എന്താണോ അത് നേരെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് നോക്കിയത്. നമുക്ക് ശരിക്കും വേണ്ടത് അതല്ല, നമുക്ക് സെർവറിലെ ഡേറ്റ, എന്തെങ്കിലും ഒരു ഡേറ്റ സെർവറിൽ നിന്നുണ്ടെങ്കിൽ ആ ഡേറ്റ HTML പ്ലേസ് ചെയ്യണം. അതായത് ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ HTML ഫയൽ തന്നെ ഞാനൊന്ന് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ടൈറ്റിൽ കിടക്കട്ടെ, ഇവിടെ അതിന് പകരം സമ്മറി എന്ന് കിടക്കട്ടെ. ഇവിടെ വേറെന്തെങ്കിലും. ഓക്കെ,
ഇപ്പം നമ്മൾ അതായത് ഇപ്പം ടൈറ്റിൽ സമ്മറി ചെയ്യുക, ഇത് ഇങ്ങനെ ആക്കി റീഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് വേണ്ടത് സെർവറിൽ നിന്ന് ഈ ടൈറ്റിലേക്ക് ഒരു ഡേറ്റ കൊടുക്കുന്നു, ആ ഡേറ്റ ഇവിടെ വരണം, സമ്മറി കൊടുക്കുന്നു, ഇയർ കൊടുക്കുന്നു. മിക്കവാറും അങ്ങനെ ആയിരിക്കും നമ്മൾ പ്രാക്ടിക്കലി പല ഡേറ്റാസ് ഉണ്ടാവും. ആ ഡേറ്റ ഈ HTML ടെംപ്ലേറ്റിൽ എവിടേക്കാണോ പ്ലേസ് ചെയ്യുന്നത് ആ പ്ലേസ് ചെയ്തിട്ട് അത് നേരെ യൂസറിന് കാണുക. അതായത് നമ്മളിപ്പോൾ സാധാരണ ഒരു പേജ് ഡിസൈൻ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ വർക്കാവുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് വ്യൂ ഫംഗ്ഷൻ. ഓക്കെ, വ്യൂവിൽ വരുന്നു. ഇതിൽ നമുക്കൊരു സാമ്പിൾ എന്തെങ്കിലും ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡിക്ഷണറി എന്താണെന്ന് അറിയാത്തവർ നമ്മുടെ പൈത്തൻ്റെ സീരീസിനകത്തുണ്ട്. ഡിക്ഷണറിയെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയറിയാം. ബേസിക്കലി പൈത്തൺ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെറുതെ എന്താ പറയുക, ഒരു മൂവി ലിസ്റ്റ് അല്ലെ മൂവി ഡീറ്റെയിൽ എന്ന് പറഞ്ഞൊരു ഒരു ഫിലിമിൻ്റെ ഡേറ്റയാണെന്ന് കരുതുക. മൂവി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. ഇതിൽ ഞാൻ ടൈറ്റിൽ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കുന്നു. അതിനുശേഷം ഇയർ, സമ്മറി, എന്തെങ്കിലും ഒരു സമ്മറി കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ മൂവി ഡീറ്റെയിൽസിലെ ഡേറ്റ നമുക്ക് നേരെ ഈ HTML ഫയലിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഡിക്ഷണറി പാസ് കൊടുക്കുന്നു. ഈ ഡിക്ഷണറിയുടെ കീ നേരെ നമ്മുടെ ജാങ്കോ ടെംപ്ലേറ്റിൽ വേരിയബിളായിട്ട് നമുക്ക് വന്നിട്ടുണ്ടാവും. അതായത് നമ്മൾ ആ വേരിയബിൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ആയിട്ട് ആ കീക്ക് എഗെയിൻസ്റ്റ് എന്ത് വാല്യൂ ആണോ അതായിരിക്കും വരുന്നത്. ഈ ജാങ്കോ ടെംപ്ലേറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ജാങ്കോയുടെ തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ജാങ്കോ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ് ജാങ്കോയുടെ ഒരു ടെംപ്ലേറ്റ് ലാംഗ്വേജ് ആണ്. നമുക്ക് വേണമെങ്കിൽ കുറേ ടെംപ്ലേറ്റ് ലാംഗ്വേജുകളുണ്ട്. ടെംപ്ലേറ്റ് ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഈ ഡേറ്റ, നമ്മുടെ സെർവറിൽ നിന്ന് വരുന്ന ഡേറ്റ HTML-നകത്ത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം നമുക്ക് HTML ടെംപ്ലേറ്റ് ഉണ്ട്. ഈ ടെംപ്ലേറ്റിൽ നിന്ന് സെർവറിലെ ഡേറ്റ എത്തിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ നമ്മുടെ ജാങ്കോ ടെംപ്ലേറ്റ് ലാംഗ്വേജിൽ ഒരു വേരിയബിൾ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വേരിയബിളിൻ്റെ വാല്യൂ കാണിക്കണമെങ്കിൽ ഉപയോഗിക്കുന്നത് ഇതുപോലെ 2 ഡബിൾ ബ്രാക്കറ്റ് ഇടുക. അതിനിടയ്ക്ക് നമ്മുടെ വേരിയബിൾ നെയിം, ഇവിടെ നമ്മൾ വേരിയബിൾ നെയിം എന്ന് പറയുന്നത് ടൈറ്റിൽ. ഈ ടൈറ്റിൽ വരുന്നത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവിലെ നോക്കിയറിയാം ഈ കീ, ഇതൊരു കീ വാല്യൂ പേരാണ് ഡിക്ഷണറി. ഈ കീസാണ് ഈ ടെംപ്ലേറ്റ് ലാംഗ്വേജിലെ വേരിയബിൾസ്. ഓക്കെ, ഇപ്പം നമ്മൾ ടൈറ്റിൽ ഇട്ടു, സമ്മറി ഇട്ടു, ഇയർ ഇട്ടു. അതിനുശേഷം നമ്മൾ ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 മന്ത് സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ ആ ഡേറ്റ നമ്മൾ പാസ് ചെയ്ത ഡിക്ഷണറിയിലെ ഡേറ്റ നേരെ നമ്മുടെ ജാങ്കോ ടെംപ്ലേറ്റിലെത്തി അത് പ്രിൻ്റ് അയക്കുന്നു. ഇതുണ്ട് ടൈറ്റിലിന് അഗെയിൻസ്റ്റ് എന്താണ് നമ്മൾ അവിടെ ടൈറ്റിലിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നത് അത് വന്നു, സമ്മറിക്ക് അഗെയിൻസ്റ്റ് സമ്മറി വന്നു, ഇയറിനകത്ത് അഗെയിൻസ്റ്റ് ഇയർ വന്നു. ഇപ്പം നമ്മൾ ചെയ്ത ഇതാണ് പ്രിൻ്റ് ഹലോ ഫംഗ്ഷനകത്ത് മൂവി ഡീറ്റെയിൽസിൽ ടൈറ്റിൽ, ഇയർ, സമ്മറി എന്ന് പറഞ്ഞ് 3 കീ ഉള്ള ഒരു ഡിക്ഷണറി കൊടുത്തു. ആ ഡിക്ഷണറി നമ്മൾ നേരെ hello.html-ലേക്ക് റെൻഡർ എന്ന ടെംപ്ലേറ്റിലേക്ക് റെൻഡർ ചെയ്യിച്ചിരിക്കുകയാണ്. റെൻഡർ ചെയ്യിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു hello.html-ൽ ഇതിലെ ഡേറ്റ അപ്ലൈ ചെയ്യും.
അത് എവിടേക്കാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് പ്രിൻ്റ് ആകും. അല്ലെങ്കിൽ ആ ടെംപ്ലേറ്റ് ലാംഗ്വേജിൽ ഇതെങ്ങനെയാണോ വർക്ക് ചെയ്യാൻ ആ ടെംപ്ലേറ്റ് ലാംഗ്വേജിനകത്ത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് അതേപോലെ ഇത് വർക്ക് ചെയ്യും. അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റിൻ്റെ വർക്കിംഗ്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ടെംപ്ലേറ്റിലേക്ക് തന്നെ നോക്കാം. ജാങ്കോൻ്റെ ടെംപ്ലേറ്റിൽ അഡ്വാൻസ്ഡ് ആയിട്ട് കുറേ ഫീച്ചറുകളുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. നമുക്ക് പിന്നീട് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നീട് നമുക്ക് റിക്വയർഡ് ആയിട്ട് വരുന്ന സമയങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുള്ളത് നോക്കാം. മാത്രമല്ല ഇത് ജാങ്കോയുടെ തന്നെ ഡോക്യുമെൻറ്റേഷനിൽ കുറേ ഡീറ്റെയിൽ ആയിട്ട് ജാങ്കോ ടെംപ്ലേറ്റ് ലാംഗ്വേജിൽ കിടപ്പുണ്ട്. എന്തൊക്കെയാണ് ഉള്ളത് കുറേ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് ഓരോന്നും നോക്കിയാൽ മതി. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം 3 കാര്യങ്ങൾ. വേരിയബിൾസ്, ഫിൽട്ടേഴ്സ്, ടാഗ്സ്. ഇതാണ് ഏറ്റവും ബേസിക്കായിട്ട് നമുക്കൊരു ടെംപ്ലേറ്റിൻ്റെ ഏറ്റവും പ്രധാന കാര്യങ്ങൾ. വേരിയബിൾസ്, ഫിൽട്ടേഴ്സ്, ടാഗ്സ്. വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ജാങ്കോ ടെംപ്ലേറ്റിനകത്ത് വേരിയബിളായിട്ട് നമ്മുടെ വ്യൂ ഫംഗ്ഷനിൽ അല്ലെങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്ന വ്യൂ ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ പാസ് ചെയ്യുന്ന ഡിക്ഷണറിയിലെ കീസ് വർക്കാവും. വേരിയബിൾസ് ഇതാണ്. വേരിയബിൾസ് പ്രിൻറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള സിൻറ്റാക്സ് ഇതാണ്. 2 ഡബിൾ ബ്രാക്കറ്റിന് ഇടയ്ക്ക് നമ്മുടെ ഏതാണോ വേരിയബിൾ അതിൻ്റെ നെയിം കൊടുക്കുന്നു. ഓക്കെ. പിന്നെ ബേസിക്കായിട്ടുള്ള ചില എന്താ പറയുക, നമുക്കൊരു വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് റൂൾസുകളൊക്കെ ഉണ്ട്. അത് ഈ അണ്ടർസ്കോർ വേണം യൂസ് ചെയ്യാം, പിന്നെ ഡോട്ട് ഉപയോഗിക്കരുത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. നമുക്ക് വേരിയബിൾ എന്ന് പറയുന്നതിൽ ഇപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരെണ്ണമാണ് കാണിച്ചത്. നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ട് വേണമെങ്കിൽ എന്താ പറയുക, ഒരു ഡിക്ഷണറിക്കകത്തൊരു ഡിക്ഷണറി അങ്ങനെയൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ഡേറ്റ പാസ് ചെയ്യാം. ഇപ്പം കുറേ ഒരു ബൾക്ക് ഓഫ് ഡേറ്റയൊക്കെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു ഡിക്ഷണറിയിൽ ഈ ഡിക്ഷണറി ലിസ്റ്റ് ഇതെല്ലാം ഈ ഒരു ടോപ്പിക്സിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ പൈത്തൻ്റെ സീരീസിൽ നമ്മൾ ഓൾറെഡി കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ചിലപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഒരു വാല്യൂ ആയി ഒരു ലിസ്റ്റ് കൊടുക്കാം. അങ്ങനെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഡേറ്റ ഒബ്ജക്ട്സുകൾ പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ടാഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കൽ ആയിട്ട് നമ്മൾ ചിലപ്പോൾ കണ്ടീഷൻ വൈസ് റെൻഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കണ്ടീഷൻ വൈസ് റെൻഡർ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല. നമുക്ക് ചിലപ്പോൾ ഒരു ഇഫ് കണ്ടീഷൻ അല്ലെ ഫോർ ലൂപ്പ് കണ്ടീഷൻ ഒക്കെ നമുക്ക് സെർവറിൽ നിന്ന് വരുന്ന ഡേറ്റയിൽ ടെംപ്ലേറ്റ് സിസ്റ്റത്തിൽ അത് വർക്ക് ചെയ്യേണ്ടി വരാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെർവറിൽ നിന്ന് ഒരു സക്സസ് ഡേറ്റ ട്രൂ ആയിട്ട് അയക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ഗ്രീനിലായിരിക്കാം നമ്മുടെ സ്റ്റൈലിൽ HTML കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഫെയിലറാണ് ഡേറ്റ ട്രൂ ആയിട്ട് കാണിക്കുന്നതെങ്കിൽ അത് റെഡിലായിരിക്കും കാണിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയായിരിക്കും കണ്ടീഷൻ വൈസ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു 10 ഡേറ്റ അയക്കുന്നു, പക്ഷേ അത് നമ്മൾ ഒരേ ലൂപ്പ് ചെയ്ത് ഡേറ്റ കാണിക്കേണ്ട കാര്യങ്ങൾ വരാം. അപ്പോൾ ബേസിക്കലി ഫോർ ലൂപ്പ്, ഇഫ് അങ്ങനെയുള്ള കണ്ടീഷൻ വൈസ് റെൻഡറിങ് അതുപോലുള്ള ലോജിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ടാഗ്സിനകത്ത് വരുന്നത്. ടാഗ്സിൻ്റെ സിമ്പിൾ ഇതാണ്. ഓക്കെ. അതായത് ഒരു ഡബിൾ ബ്രാക്കറ്റ് പെർസെൻറ്റേജ് സിമ്പിൾ, അതിനിടയ്ക്ക് എന്താണോ ടാഗ് ആ ടാഗ് എഴുതുക. ടാഗ് എന്ന് പറയുന്നത് ഓൾറെഡി ജാങ്കോ ടെംപ്ലേറ്റ് സിസ്റ്റം തന്നെ കുറേ ടാഗുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇഫ് ടാഗ്, ഫോർ ലൂപ്പ്, അങ്ങനെ കുറേ ഓരോ ആവശ്യത്തിന് വേണ്ടിയുള്ള കുറച്ച് ടാഗുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നമുക്ക് വേണമെങ്കിൽ കസ്റ്റം ടാഗുകളും എഴുതാം. അപ്പോൾ അത് ഞാനൊരു ഇഫ് വെച്ചിട്ട് അതിനൊരു എക്സാമ്പിൾ ഇപ്പം കാണിക്കാം. ഇപ്പം നമ്മുടെ നേരത്തെ ഇതെടുക്കുന്നു. ഇവിടെ നമ്മൾ ഇത് കൊടുക്കുകയാണ്. ഒരു വാല്യൂ എടുത്തു, സക്സസ് എന്ന് പറഞ്ഞൊരു കീ എടുത്തു, അതിന് ട്രൂ ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ ഡേറ്റയ്ക്കകത്ത് വന്നു, hello.html വന്നു. ഇവിടെ നമ്മളൊരു ടാഗ് എഴുതാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാണ് ടാഗിൻ്റെ സിമ്പിൾ. ഇത് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഇഫ് എന്ന് പറയുന്ന ടാഗാണ്. ബേസിക്കലി ഇഫിൻ്റെ സിൻറ്റാക്സ് ഇതാണ്. ഇഫിൻ്റെ ടാഗ് സിൻറ്റാക്സ് ഇതാണ്. ഇതുണ്ട് ഇഫ്, എലിഫ്, എൽസ്. ഇത് ഒരു ഇഫ് ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനുശേഷം എൻഡ് ഇഫ് വരാം. ഇഫ് എൽസ് ആണെങ്കിൽ ഇഫ്, എലിഫ്, ഇങ്ങനെ ഇതാണ് ടാഗിൻ്റെ സിൻറ്റാക്സ് വരുന്നത്. ഓക്കെ. ഞാനിപ്പോൾ ഇതൊരു ഇഫ് ടാഗാണ് എഴുതുന്നത്. നമ്മൾ ഇവിടുന്ന് അയച്ചത് സക്സസ്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ, ഒരു ടാഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യണം. നമ്മൾ എഴുതുന്നു, ഒരു സെൻറ്റൻസ് കൊടുക്കുന്നു, എന്തെങ്കിലും ഒരു സെൻറ്റൻസ് കൊടുക്കുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് മൂവ് ആസ് എ സക്സസ് ദാറ്റ്.
ഓക്കെ, നേരെ ഇവിടെത്തി. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ സക്സസ് ട്രൂ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നേരെ വീണ്ടും വ്യൂവിലെത്തി. ഫോൾസ് ആക്കി. ഓക്കെ, അതായത് നമ്മൾ ഫോൾസ് അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു സെൻറ്റൻസ് വർക്കായില്ല. ഇത് ചെയ്തിരിക്കുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് നമ്മൾ വ്യൂ ഫംഗ്ഷനിൽ നിന്ന് ഒരു സക്സസ് എന്ന് പറയുന്നൊരു കീ ഫോൾസ് ആക്കി. ഫോൾസ് എന്ന് പറയുന്നത് ഒരു ബൂളിയൻ വാല്യൂ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മൂവി ഫോൾസ് ആയിരുന്നെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് ഇവിടെ പ്രിൻ്റ് ആവേണ്ട കാര്യമില്ല. അതിനുവേണ്ടി ഞാൻ ഇഫ് ടാഗിൽ ഇഫ് സക്സസ് ആണെങ്കിൽ മൂവി വാസ് എ സക്സസ് അറ്റ് ദാറ്റ് ടൈം, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു എൽസ് കണ്ടീഷൻ ഇട്ട് എഴുതാം. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ എൽസ് കണ്ടീഷനിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇഫ് നോക്കി, എൽസ് ഇഫ് നോക്കി, എല്ലിഫ് നോക്കി. എല്ലിഫ് കണ്ടീഷൻ ഇതാണ് വരുന്നത്. നമുക്ക് വേണം മൾട്ടിപ്പിൾ ആയിട്ട് ഇതേപോലെ കുറേ ഡാറ്റ ഉണ്ടെങ്കിൽ അത് എല്ലിഫ് വെച്ച് എല്ലിഫും നോക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറിൻ്റെ ആണ്. ഓക്കെ, ഫോർ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പൈത്തണിൽ നിങ്ങൾ പഠിച്ചപ്പോൾ നോക്കിയിട്ടുണ്ടാവും ഫോർ ലൂപ്പ്. അതേ ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. നമുക്ക് കുറച്ചൊരു ലിസ്റ്റ് ഓഫ് ഡേറ്റ ഉണ്ടെന്ന് കരുതുക. ആ ലിസ്റ്റ് ഓഫ് ഡേറ്റ നമുക്ക് ഒന്ന് ഐട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ലൂപ്പിൽ പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. 10 ഡേറ്റ ഉണ്ട്. ഈ 10 ഡേറ്റ നമ്മൾ നേരെ അയക്കുമ്പോൾ ഒരേ സ്റ്റൈലിൽ തന്നെ നമ്മൾ താഴെ എഴുതണ്ട. അതിന് പകരം നമുക്ക് നേരെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതേ സെൻറ്റൻസ് തന്നെ ഇവിടെ കിടക്കട്ടെ. ഇവിടെ നമ്മൾ അയച്ചത് വ്യൂ ഫംഗ്ഷനിലെത്തുന്നു. വ്യൂവിൽ നമുക്ക് ഇപ്പോൾ ഇത് ഒരൊറ്റ മൂവി ഡീറ്റെയിൽസാണ് നമ്മൾ അയച്ചത്. അതിന് പകരം ഇതൊരു ലിസ്റ്റ് ഓഫ് മൂവി ഡീറ്റെയിൽസ് ഉണ്ടെന്ന് കരുതാം. പൈത്തണിൽ നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടാവും, പൈത്തൺ ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടാവും. ഇത് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഒരു ലിസ്റ്റ് ആണ്. ആ ലിസ്റ്റിനകത്ത് ഒരു 10 ഡിക്ഷണറി അല്ലെങ്കിൽ കുറച്ച് ഡിക്ഷണറി. നമുക്കതിൻ്റെ പേര് മൂവി ഡേറ്റ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇത്രയാണ്. ഒരു ഡിക്ഷണറി, ആ ഡിക്ഷണറിയുടെ കീ എന്ന് പറയുന്നത് മൂവീസാണ്, വാല്യൂ എന്ന് പറയുന്നത് വേറൊരു ലിസ്റ്റാണ്. അതായത് ഒരു കുറേ ഡിക്ഷണറികൾ ഒരു ലിസ്റ്റിൽ കൊടുത്തിരിക്കുകയാണ്. അത് കുറച്ചൊരു മൂവി ഡേറ്റ നമ്മളൊരു ലിസ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കാണുമ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ആണ്ട. കീ വാല്യൂ ആയിട്ട് വീണ്ടും ഒരു ലിസ്റ്റ്, ആ ലിസ്റ്റിൽ കുറേ ഡിക്ഷണറി. ഓക്കെ, അത് എന്നിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഫൈനൽ റെൻഡർ ചെയ്യാൻ കൊടുക്കുന്നത് ഒരു ഡിക്ഷണറി ആയിരിക്കും കൊടുക്കുന്നത്. അത് നേരെ മൂവി ഡേറ്റ എന്ന് പറഞ്ഞൊരു ഡിക്ഷണറി കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഒരു കീ വാല്യൂ പെയറായിട്ട് നേരെ ഇവിടെ എത്തുന്നു. hello.html വരുന്നു. ഇതിൽ നമ്മളൊരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ഫോറിനകത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ്, ഫോർ ലൂപ്പിൻ്റെ ഫോർമാറ്റ്. നമ്മുടെ ഇവിടെ കൊടുത്ത ഡിക്ഷണറിയുടെ കീ നെയിം മൂവീസ് അല്ലേ? നോക്കിയാൽ അറിയാം, കീ നെയിം മൂവീസ്, വാല്യൂ ആയിട്ട് വന്നിരുന്നത് ഒരു ലിസ്റ്റാണ് അല്ലേ? നേരെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ കീ നെയിം മൂവീസാണ്, പക്ഷേ വാല്യൂ ഒരു ലിസ്റ്റാണ്. ഈ മൂവീസിലെ ഓരോ മൂവീസ് എന്ന് പറയുന്ന അതിന് വാല്യൂ ആയിട്ട് വന്നിരിക്കുന്ന ലിസ്റ്റിലെ ഓരോ ഡിക്ഷണറി ഒബ്ജക്റ്റും ഈ മൂവി ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഇതിലേക്ക് എത്തുന്നു. അവിടെ നമ്മൾ മൂവി ഒബ്ജക്റ്റ് ഡോട്ട് ടൈറ്റിൽ
മൂവി obj.summary, മൂവി obj.year. ഓക്കെ, ചെയ്തിരിക്കുന്ന സംഭവം ഒന്നുകൂടെ ഞാൻ പറയാം. views.pvയിൽ ഒരു മൂവീസ് എന്ന് പറയുന്ന ഒരു മൂവി ഡേറ്റ എന്ന് പറയുന്നൊരു ഡിക്ഷണറി ഉണ്ട്. ഈ ഡിക്ഷണറിയിൽ കീ ആയിട്ട് നമ്മൾ മൂവീസ് കൊടുത്തിരിക്കുന്നു. വാല്യൂ ആയിട്ട് ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിനകത്ത് കുറേ ഡിക്ഷണറികളാണ് കിടക്കുന്നത്. അത് ഓരോ മൂവി ഇൻഫർമേഷനാണെന്ന് കരുതുക. ഇത് നേരെ നമ്മൾ മൂവി ഡേറ്റ ഈ hello.htmlലേക്ക് പാസ് ചെയ്യുന്നു. അവിടെ അതൊരു നമ്മൾ ലൂപ്പ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ n4 കൊടുത്തിരിക്കുന്നു. പൈത്തണിൽ നിന്ന് നമ്മൾ ഫോർ ലൂപ്പ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഇവിടെ ഓരോ ടാഗും എൻഡ് ചെയ്യുന്നുണ്ടാവും. ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്ത എൻഡ് 4 ഇവിടെ കൊടുക്കണം. ഇഫ് സ്റ്റാർട്ട് ചെയ്ത എൻഡ് 4 ഇവിടെ കൊടുക്കണം. എന്നിട്ട് നേരെ ഇവിടെ എത്തി. ഓക്കെ, ഇപ്പം നോക്കിയാൽ അറിയാം. ഇത് കണ്ടോ, ഇതിൽ നമുക്ക് ആ മൂവി ഡേറ്റ ഡിക്ഷണറിയിൽ ഉണ്ടാകുന്ന എല്ലാ വാല്യൂകളും ഐട്രേറ്റ് ചെയ്ത് പ്രിൻ്റ് അയക്കുവാണ്. അതായത് നമുക്ക് ആ ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് മൂവീസിന് ഈ കൊടുത്തിരിക്കുന്ന ഇതൊരു വേരിയബിൾ എന്നുള്ളതല്ലോ, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ആ പേര് തന്നെ താഴെ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ വെറുതെ obj കൊടുക്കുവാണെങ്കിൽ ബാക്കി താഴെയും അതേ obj തന്നെ യൂസ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, എന്താണ് പേര് കൊടുക്കുന്നത് ആ പേര് തന്നെ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരില്ല. നമ്മളൊരു ഇപ്പോൾ ഇതുവരെ ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് നോക്കി, ഫോർ നോക്കി, ഇഫ് നോക്കി. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിൽറ്ററുകളാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കിയത് ടാഗുകളാണ്. ടാഗുകൾ ഇത്രയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഈ പറയുന്നത് പോലെ ടാഗ് എഴുതേണ്ടത് എങ്ങനെയാണ്. ഒരു ടാഗ് എഴുതുന്ന സമയങ്ങളിൽ നമ്മൾ എന്താ പറയുക, ഈ പറയുന്ന ഡബിൾ ബ്രാക്കറ്റ് ഒരു പെർസെൻറ്റേജ് സിമ്പിൾ, അതിനുള്ളിൽ നമ്മൾ ഏത് ടാഗാണോ ടാഗ് എഴുതും. പിന്നെ ടാഗ് എൻഡ് ചെയ്യുന്നിടത്ത് അതിൻ്റെ എൻ ടാഗ് എഴുതും. ബേസിക്കലി ഇപ്പോൾ ഫോർ ലൂപ്പിലാണെങ്കിലും ഇഫ് ലൂപ്പിലാണെങ്കിലും സിൻറ്റാക്സ് വരുന്നത് ഫോർ ലൂപ്പിനകത്ത് ഫോർ ഇന്ന് യൂസ് ചെയ്തിട്ട് എഴുതും. പിന്നെ എൻഡ് ചെയ്യുന്നിടത്ത് എൻഡ് 4 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇഫിൻ്റെ കണ്ടീഷനിൽ ഇഫ് എൽസ് ഉണ്ട്, എൽഇഫ് ഉണ്ട്, ഫൈനലി ഇഫ് എൻഡ് ചെയ്യുന്നിടത്ത് എൻഡ് ഇഫ് കൊടുക്കുന്നു. ഇങ്ങനെ കണ്ടീഷൻ വൈസ് റെൻഡറിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോർ ലൂപ്പ് ഇഫൊക്കെ യൂസ് ചെയ്ത് ടാഗുകൾ യൂസ് ചെയ്യുന്നു. അടുത്തതായി വരുന്നത് ഫിൽട്ടറാണ്. ഫിൽട്ടർ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ഫിൽട്ടർ എന്ന് പറഞ്ഞൊരു നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു ഡേറ്റേനെ നമുക്ക് ചില സമയങ്ങളിൽ കൺവേർട്ട് ചെയ്യേണ്ടി വരാം. അതായത് ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് പോലെ ഇപ്പം നമുക്കൊരു വരുന്ന ഡേറ്റ എന്താണോ ഇൻപുട്ട് ഡേറ്റ അതേ ഫോർമാറ്റിലാവില്ല കാണിക്കുന്നത്. ഒരു ഫിൽറ്റർ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. ആ ഫിൽറ്റർ ഫംഗ്ഷൻ്റെ അപ്ലൈ ചെയ്യുന്ന ഔട്ട്പുട്ട് എന്താണോ അതായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഡേറ്റ സെർവറിൽ നിന്ന് ഇൻപുട്ടായിട്ട് വന്നാലും അതിനെ നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റലായിട്ടായിരിക്കും കാണിക്കേണ്ടത്, അല്ലെങ്കിൽ അതെങ്കിലും ഒരു ഫോർമാറ്റിൽ കാണിക്കണം എന്ന് കരുതും. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനാണ് നമ്മൾ ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. ഫിൽറ്ററിൻ്റെ ഒരു സിൻറ്റാക്സ് വരുന്നത് ഇതാണ്. ഈ ഒരു പൈപ്പ് സിമ്പിൾ അല്ലെങ്കിൽ ഓറിനൊക്കെ നമ്മൾ യൂസ് ചെയ്യണം പൈപ്പ് സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇതൊരു ഫിൽറ്ററാണ്. ലോവർ എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ അപ്ലൈ ചെയ്തേക്കുവാണ് ചെയ്യുന്നത്. ലോവർ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. ഇതുപോലെ കുറേ പ്രീഡിഫൈൻഡ് ഫിൽറ്ററുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നേരെ നമുക്കൊരു നോക്കിയാൽ അറിയാം. ഇവിടെ നമ്മുടെ ലെറ്ററിൽ ഇപ്പോൾ ഇത് കണ്ടോ, ടൈറ്റിലെല്ലാം നമ്മുടെ ടൈറ്റിൽ സ്ട്രിങ്ങിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് പക്ഷേ അത് ലോവർ ലെറ്ററിൽ കാണിച്ചാൽ മതി എന്ന് കരുതാം. നമ്മളിവിടെ ഒരു ഫിൽറ്റർ കൊടുക്കുന്നു. ഫിൽറ്റർ ലോവർ, അതായത് പൈപ്പ് ഇടുന്നു, ലോവർ എന്ന് എഴുതുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ സ്ട്രിങ്സ് ഇത് കണ്ടു വന്നിരിക്കുന്ന ടൈറ്റിലുകളെല്ലാം ലോവറായിട്ട്, അതേസമയം അത് അപ്പറായിട്ട് അതിൽ ക്യാപിറ്റൽ ലെറ്ററിലാണ് കാണിക്കുന്നതെങ്കിൽ അപ്പർ എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ കൊടുക്കുന്നു. ഓക്കെ, ഇത് ഇപ്പോൾ അപ്പർ സ്ട്രിങ്ങിൽ കാണിക്കുന്നു. ഇതേപോലെ കുറേ ഫിൽറ്ററുകളുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നമ്മളൊന്ന് ജസ്റ്റ് കവർ ചെയ്ത് പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ നോക്കി. ഇപ്പോൾ ഈ ഒരു സംഭവം നോക്കി, ഡീഫോൾട്ട് എന്ന് പറഞ്ഞ ഒരു ഫിൽറ്റർ ഉണ്ട്. ഡീഫോൾട്ട് ഫിൽറ്റർ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു സമ്മറി അയക്കുന്നു. വ്യൂവിൽ ഇതുണ്ടോ, ഇപ്പോൾ ഇവിടെ സമ്മറി, പക്ഷേ നമുക്കിവിടെ സമ്മറി അയക്കുന്നില്ല എന്ന് കരുതുന്നത്. എന്തെങ്കിലും ഒരു ഇപ്പോൾ ഇത് നമ്മൾ ഡേറ്റാബേസിനെ പറ്റി അല്ലെങ്കിൽ ജാങ്കോയിൽ എങ്ങനെയാണ് മോഡൽ അല്ലെങ്കിൽ ഡേറ്റാബേസ് ഡീൽ ചെയ്യുന്നതിനെ പറ്റി പറയാത്തത് കൊണ്ടാണ് കുറച്ച് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമ്മൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് ചിലപ്പം കൺഫ്യൂഷൻ വന്നാൽ വരുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഇപ്പോൾ ഈ സമ്മറി ഡേറ്റ വരുന്നില്ല എന്ന് കരുതുക, അല്ലെങ്കിൽ സമ്മറി ഡേറ്റ നമ്മൾ കൊടുക്കുന്നില്ല എന്ന് കരുതുക.
ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ നോക്കിയാൽ അറിയാം. ഓക്കെ, സമ്മറി ഡേറ്റ ഇവിടെ വരുന്നില്ല എന്ന് കരുതാം. നോക്കി, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഇൻടു ദ വേൾഡ് ഓക്കെ, ഗോഡ് ഫാദറിൻ്റെ സമ്മറി ഉണ്ട്. സമ്മറി ഇവിടെ എം ടി ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് എം ടി ആയിട്ട് പകരം സമ്മറി അവിടെ ഡേറ്റ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യണം എന്ന് കരുതുക. സമ്മറി ഡേറ്റ നമ്മളിവിടെ കൊടുത്തിട്ടില്ലെങ്കിലും എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യണം എന്ന് കരുതുക. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഞാൻ ഇങ്ങനെ എഴുതുന്നു, ഡീഫോൾട്ട് ഫിൽറ്റർ. എന്നിട്ട് നമ്മൾ ഡീഫോൾട്ടായിട്ട് എന്താണ് വാല്യൂ കാണിക്കേണ്ടത് അത് കൊടുക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ സമ്മറി വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ സമ്മറി പ്രിൻ്റ് ആവും, അല്ലെങ്കിൽ ഈ ഡീഫോൾട്ട് വാല്യൂ പ്രിൻ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ സമ്മറി ഡേറ്റ ഇതിൽ എന്താ പറയുക, നേരെ views.py എത്തി. ഇതിൽ സമ്മറി അവൈലബിൾ ആണ്. ഞാൻ ആ സമ്മറി കളഞ്ഞെന്ന് കരുതാം. ഇൻടു ദ വേൾഡിൻ്റെ സമ്മറി കളഞ്ഞെന്ന് കരുതാം. ഇപ്പോൾ ഓൾറെഡി കിടന്നിരുന്നത് ഇതുണ്ടോ, സമ്മറിയാണ് കിടന്നിരുന്നത്. ഒന്ന് റീഫ്രഷ് ചെയ്യുക, നോഡായിട്ട് അവൈലബിൾ വരുന്നു. അതായത് ഡീഫോൾട്ട് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ വാല്യൂ പ്രിൻ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഡീഫോൾട്ട് വാല്യൂ പ്രിൻ്റ് ചെയ്യും. അതാണ് സമ്മറിയുടെ വരുന്നത്. ഇപ്പോൾ ഇതേപോലെ കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. ലെങ്ത്, ഇത് ജസ്റ്റ് ജാങ്കോൻ്റെ ടെംപ്ലേറ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കുറേ ഫിൽറ്ററുകളുണ്ട്. ഓക്കെ, നമ്മൾ ജാങ്കോ ടെംപ്ലേറ്റ് ലാംഗ്വേജ് ആണ് ഇന്നിപ്പം സംസാരിച്ചത്. അപ്പോൾ ഇത് അതിനകത്ത് ഞാൻ കവർ ചെയ്ത ടോപ്പിക്സ് ഒന്നുകൂടെ പറയുകയാണ്. ജാങ്കോ ടെംപ്ലേറ്റ് ലാംഗ്വേജിൽ നമ്മൾ എങ്ങനെയാണ് റെൻഡർ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. അതായത് വ്യൂ ഫംഗ്ഷനിനുള്ളിലേക്ക് എങ്ങനെയാണ് ടെംപ്ലേറ്റ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ HTML എങ്ങനെയാണ് റെൻഡർ ചെയ്യുന്നത് പറഞ്ഞു. പിന്നെ HTML എങ്ങനെയാണ് ഡേറ്റ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കി. പിന്നെ ടെംപ്ലേറ്റിൽ നിന്ന് നമ്മൾ മെയിൻ ഫീച്ചറുകളായിട്ടുള്ള വേരിയബിൾസ് എന്താണ്, ടാഗ്സ് എന്താണ്, ഫിൽറ്ററുകൾ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പം ഈ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്ന ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നമ്മുടെ തന്നെ ടെലിഗ്രാം സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. ആ സപ്പോർട്ട് ഗ്രൂപ്പിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ അതിലെല്ലാം ഹെൽപ്പ് കിട്ടും. ഓക്കെ, അപ്പം ഇനി ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.